ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്ക് ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നൊരു അടിപൊളി കിടുക്കാച്ചേരി പായ്ക്കുമായിട്ടാണ് സൂപ്പ് വന്നിരിക്കുന്നത്. മുഖം നന്നായിട്ട് നിറം വയ്ക്കാനും ഇപ്പം നല്ല ചൂട് കാലാവസ്ഥയല്ലേ, അപ്പോൾ ഈ ചൂട് കാലാവസ്ഥ കാരണം നമ്മുടെ മുഖമൊക്കെ വരണ്ട് ഉണങ്ങിയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു തെളിച്ചമൊക്കെ കിട്ടണ്ടേ നമുക്ക് നമ്മുടെ മുഖത്ത്. അപ്പോൾ അടിപൊളിയാണ്. വീട്ടിലുള്ള രണ്ട് ഐറ്റങ്ങളും കൊണ്ടാണ് നമ്മൾ ഈ ഒരു കിടുക്കാച്ചി പായ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരെണ്ണം എന്നെടുത്ത് കളയുന്നതാണ് കേട്ടോ ഇത് സംഭവം. ആ ഒരു സംഭവം കൊണ്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. മുഖത്ത് നല്ല കളറ് കിട്ടും. തുടർച്ചയായിട്ട് നമുക്കിത് ചെയ്യാം. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോഴിതേ കുറച്ച് കഞ്ഞിവെള്ളമാണ് ഇന്ന് സുപ്പ് എടുത്തേക്കുന്നത്. കുറച്ച് വേണമെങ്കിൽ ഇനിയും ഒഴിക്കാം. കഞ്ഞിവെള്ളം ഇന്നലത്തെ പുളിച്ച കഞ്ഞിവെള്ളം കേട്ടോ. പുളിച്ച കഞ്ഞിവെള്ളമാണ്. ചിലയിടത്ത് ഉപ്പൊക്കെ ഇടും കേട്ടോ. ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് കേട്ടോ. ചിലയിടത്ത് ഈ ചോറിനകത്ത് ഉപ്പിടാറുണ്ട്. നമ്മളൊന്നും അങ്ങനെ ചെയ്യാറില്ല. പിന്നെ നമുക്ക് കാപ്പിപ്പൊടി കേട്ടോ. അത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇച്ചിരി ഒരു തരിതരിപ്പുള്ളതാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പോഴതേ ഇത് രണ്ടും മാത്രം മതി കേട്ടോ. നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്നും ചെയ്യാം കേട്ടോ. കുളിക്കുന്നതിന് മുന്നേ, കുളി കഴിഞ്ഞു, എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. നന്നായിട്ട് മുഖത്ത് നന്നായിട്ട് നിറം കിട്ടും കേട്ടോ. കാപ്പിപ്പൊടിയുടെ റിസൾട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് ഈ കാപ്പിപ്പൊടി കുട്ടനെ ഉൾപ്പെടുത്തിയാൽ സൂപ്പറാണ്. നിറമൊക്കെ നന്നായിട്ട് കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഈ ബ്രൂവിൻ്റെ അല്ല ടച്ച് ഒരു തരിതരിപ്പുള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അതാണ് സൂപ്പർ കേട്ടോ. അപ്പോഴടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണേ. നന്നായിട്ട് കളറ് കിട്ടും മുഖത്തെ. ഈ വരണ്ടുണങ്ങി വെയിലൊക്കെ കൊണ്ടേ നന്നായിട്ട് വരണ്ടുണങ്ങിയൊക്കെ ഇരിക്കുകയല്ലേ. വെയിൽ കൊണ്ട് കണ്ണ് കാണാൻ പറ്റും. അപ്പോൾ ഇത് വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം വേണമെങ്കിൽ കേട്ടോ. പുളിച്ച കഞ്ഞിവെള്ളം തന്നെ എടുക്കണം കേട്ടോ. ഇന്നലത്തെ വെള്ളം, ചൂടുവെള്ളമല്ല. എന്നിട്ട് ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കുക കേട്ടോ. കാരണം ഒരു തരിതരിപ്പുള്ള കാപ്പിപ്പൊടിയാകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു നമ്മൾ അരിപ്പൊടിയൊക്കെ ഇട്ട് ചെയ്യത്തില്ല, അതേമാതിരി ഒരു ഓക്കെ. അപ്പോൾ ഞാൻ തേച്ചിട്ട് വരാം കേട്ടോ. സത്യം പറഞ്ഞാൽ കണ്ണ് കാണുന്നില്ല, വെയിൽ കൊണ്ട്. അപ്പോൾ ഞാൻ ഫുള്ളൊന്ന് തേച്ചിട്ട് വരട്ടെ. കണ്ണ് കാണാൻ വയ്യ, മുഖം നോക്കാൻ വയ്യ കേട്ടോ ഇതിനകത്തുള്ള തന്നെ. അപ്പോൾ ഉമ്മിക്കിരിയൊന്നും വായി ഇട്ട് കളയായിരുന്നു കേട്ടോ എൻ്റെ കൂടെ. അപ്പോഴിതേ ഇങ്ങനെ ആ ഒരു തരിതരിപ്പുള്ള കാപ്പിപ്പൊടി ആകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. നമ്മൾ ഈ അരിപ്പൊടിയൊക്കെ വെച്ച് ചെയ്യത്തില്ലേ, അരിപ്പൊടിയൊക്കെ വെച്ച് ചെയ്യത്തില്ല, അതേമാതിരി ഒരു. അപ്പോഴത് നമ്മളൊരു 15 മിനിറ്റ് നമ്മൾ നെക്കിയത് തേച്ച് എന്നിട്ട് നമുക്ക് കഴുകിയൊക്കെ മാറ്റാം കേട്ടോ. 15 മിനിറ്റ് ഇത് ഉണങ്ങട്ടെ, നമ്മുടെ മുഖത്ത് തന്നെ ഇരിക്കട്ടെ. നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. വെറുതെ ആണെങ്കിൽ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം നമുക്ക് മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ സൂപ്പറാണ് കേട്ടോ. വെറുതെ നമ്മുടെ കഞ്ഞിവെള്ളം, ഈ കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് സ്പ്രേ ചെയ്താലും സൂപ്പറാണ് കേട്ടോ. ഒരു നല്ല തിളക്കമൊക്കെ കിട്ടും നമ്മുടെ മുഖത്ത്. നല്ലൊരു സ്കിന്നിന് നല്ല ഒരു തിളക്കം കിട്ടും. ചില ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയത്തില്ലേ, സ്കിന്നൊക്കെ തിളക്കമുള്ളതായിട്ട് തോന്നേ അല്ലേ. അപ്പോൾ വെറുതെ ആണെങ്കിലും നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കേ നമ്മുടെ കഞ്ഞിവെള്ളം കുട്ടനെ. അപ്പോൾ ഇത് നമുക്ക് തേച്ച് കഴിഞ്ഞു. നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കഴുകി മാറ്റിയിട്ട് വരാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോഴിതാ നമ്മൾ കഞ്ഞിവെള്ളവും കാപ്പിപ്പൊടിയും കൂടെയുള്ള പായ്ക്കൊക്കെ ഇട്ട് നമ്മൾ സെറ്റായി 15 മിനിറ്റ് ഇരുന്നു. നമ്മൾ കഴുകി
അടിപൊളി റിസൾട്ട് തരുന്നതാണ് കേട്ടോ. നമുക്ക് എല്ലാ ദിവസവും ഇത് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, കഞ്ഞിവെള്ളം മാത്രമാണെങ്കിലും നമുക്ക് എന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മുടെ മുഖത്ത് കാപ്പിപ്പൊടിയും കൂടെ ഇടുമ്പോൾ അതിലേറെ റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോഴും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ 15 മിനിറ്റ് നേരെ ഇരുന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ബ്രൂവിനേക്കാളും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് ഇച്ചിരി ഒരു തരിതരിപ്പുള്ള ഒരു കാപ്പിപ്പൊടിയാണ് കേട്ടോ. നമ്മളിങ്ങനെ സ്ക്രബൊക്കെ ചെയ്യുമ്പം നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. നല്ല സ്മൂത്തായിട്ടിരിക്കും കേട്ടോ. ഇപ്പം കവിളിലൊക്കെ തൊട്ട ഒരു നല്ലൊരു സുഖം തോന്നും നമുക്ക് കേട്ടോ. ഒന്ന് സ്കിന്നൊക്കെ നല്ല ഒരു പതുപതുപ്പ് മറ്റേ കിട്ടും, നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അതാണ് പറഞ്ഞത്. അപ്പോഴും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഇത് കിട്ടുവാണ് കേട്ടോ. എല്ലാ ദിവസവും നമുക്കിത് ചെയ്യാം. വെറുതെ കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് കളയൽ, 1-2 സ്പൂൺ മാത്രം മതി നമുക്കിതിന് കേട്ടോ. ഇത് ഈ ഒരു പായ്ക്കിടുന്നതിന് വലിയ ചിലവൊന്നുമില്ല. അപ്പോൾ ഈ കുഞ്ഞി ചിലവ് കുറച്ചുള്ള പരിപാടികളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ചെയ്യുന്നത് വലിയ കൂടിയ പരിപാടിക്കൊന്നും ഞാൻ പോകാറില്ല കേട്ടോ. അപ്പോഴേ കുഞ്ഞി വീട്ടിലുള്ള സംഭവങ്ങളും കൊണ്ടാണ് നമ്മൾ ഇതേപോലൊക്കെ വലിയ കുഴപ്പങ്ങളോ ഒന്നുമില്ല. എൻ്റെ മുഖത്ത് വലിയ മുഖക്കുരുവിൻ്റെ പാടുകളോ തടുപ്പോ കുരുപ്പോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം. പ്രത്യേകിച്ച് വെയിൽ ഭയങ്കര ചൂടല്ലേ, നമുക്ക് മുഖത്ത് നല്ല തണുപ്പുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് തന്നെ കൊടുക്കണം. അലോവേറ ജെല്ലോ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ പായ്ക്കും സൂപ്പറാണെന്ന് വെച്ചാൽ സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇതെന്നല്ല നമ്മൾ കാണിച്ചു തരുന്ന എല്ലാ അടിപൊളി ഐറ്റങ്ങളാണ് കേട്ടോ. ഞാൻ വല്ലപ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നതൊക്കെ കാണിച്ചു തരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒന്നും നമ്മൾ വീഡിയോ ഇത് മാത്രമൊന്നും അല്ല ചെയ്യുന്നത് കേട്ടോ. അല്ലാതുള്ള കുഞ്ഞു പണികളുമൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആണ് കേട്ടോ. എന്നാലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഹെന്ന ഇതൊക്കെ ഇപ്പോൾ നമുക്ക് ചെയ്യാറായി. എനിക്ക് അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ചെയ്യുന്നത് മുടി നല്ല നിറം വയ്ക്കാനും കറക്കാനും ഒക്കെ ഉള്ള ടിപ്പുകളൊക്കെ വഴിയെ നമുക്ക് കാണിച്ച് തരാം നിങ്ങൾക്കും കൂടെ കേട്ടോ. അപ്പോൾ ഒന്നും കെമിക്കലല്ല നമ്മൾ ചെയ്യുന്ന, എല്ലാം നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ നമ്മളൊക്കെ കാണിച്ചു തരുന്നതല്ലേ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് തുടർച്ചയായിട്ട് തന്നെ ചെയ്യാനും നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താലും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണം. അപ്പോൾ തിരികെ ഞാനും ഒന്ന് കൂട്ടായിക്കോളാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ടാറ്റ.